സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KSSPU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് സമ്മേളനം നടന്നത്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നു ചെറുവത്തൂർ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴി പദ്ധതി. വയൽക്കാറ്റ് കൊണ്ടും മീൻ പിടിച്ചും കഥ പറഞ്ഞിരിക്കാൻ ഒരിടമെന്ന ആശയം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. മുട്ടുന്തല മഖാമുറൂസ് ഡിസംബർ 2 മുതൽ 10 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശ പോര്. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമടക്കം വിമതർ വ്യാപകമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് നടപടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്ന ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിൽ ജെയ്സൺ തോമസ്, 3ാം വാർഡിൽ ജെസ്സി ടോം, 7ാം വാർഡിൽ ജോൺ പേണ്ടാനം, 9ാം വാർഡിൽ മാത്യു സെബാസ്റ്റ്യൻ, 14ാം വാർഡിൽ ത്രേസ്യാമ ടോമി, കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ PM ബേബി, പാലത്തനാടിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ സെമീറ റിയാസ്, എൺമകജെ ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ അബ്ദുൽ ലത്തീഫ്, ബളാൾ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ സനോജ് മാത്യു, ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ സലിം യടനീർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ മാധവി മുണ്ടോൾ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിൽ P. വിജയൻ, നീലേശ്വരം നഗരസഭയിലെ 34ാം വാർഡിൽ V. ഉഷ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് എരിയാൾ ഡിവിഷനിൽ പർവീൻ ടീച്ചർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തികെ ഡിവിഷനിൽ ഷുക്കൂർ കനാജെ എന്നിവരെയും വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ സജി മണ്ണൂർ, ജോഷി പാലത്തനാടിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ റിയാസ്, കേശവ ദർബാർകട്ട, ബളാൽ ഗ്രാമപഞ്ചായത്തിലെ NT മാത്യു എന്നിവരെയും KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് PK ഫൈസലാണ് ഇക്കാര്യം അറിയിച്ചത്. വിമതർ രംഗത്ത് വന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചതെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSSPU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് സമ്മേളനം നടന്നത്. KSSPU ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനം കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം നിർവഹിച്ചു. എന്തിനാണ് ഇത്തരത്തിലുള്ള കുടുംബമേളകൾ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നതാണ്. സംസ്ഥാന തലത്തിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമനുസരിച്ചിട്ട് കുടുംബമേളകൾ നടത്തണം എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ സാംസ്കാരിക കുടുംബമേളകളാക്കി ഇപ്പം മാറ്റുകയും സാംസ്കാരിക കമ്മിറ്റിയുടെ ഒരു പരിപാടിയായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം സംസ്ഥാനത്ത് ഇപ്പം നമ്മൾ ഓരോരോ മാസവും മീറ്റിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പോകുമ്പോൾ അവിടെ ഓരോരുത്തരും അവരവരുടെ ജില്ലയിൽ നടന്നിരിക്കുന്ന പരിപാടികളെ കുറിച്ചിട്ട് പറയണം.
കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ പ്രഭാഷണം നടത്തി. വളരെ താല്പര്യത്തോടുകൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായി വരികയും പലതരത്തിലുള്ള സാംസ്കാരിക കലാ പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ സവിശേഷമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ആ പരിപാടികളിലൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസന്നേഷ് ഇവിടെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ മുഴുകി ജീവിച്ച ആളുകൾ അതിനുശേഷമുള്ള വിശ്രമ ജീവിതകാലത്ത് അതുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രാരബ്ധങ്ങളും അതുപോലെ തന്നെ ഉത്കണ്ഠകളും ഒക്കെ ചുമന്നുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർക്കുണ്ടാകുന്ന സംഘർഷങ്ങളിൽ പെട്ടുപോകുമ്പോൾ കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളുമെല്ലാം ചേർന്നാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതെന്നും കാലത്തിന്റെ കണ്ണാടിയായി തീർന്ന കഥയും കവിതയും നാടകവും കഥാപ്രസംഗവുമെല്ലാം ചേർന്നാണ് മനുഷ്യത്വത്തിന്റെ ഒരു പൊതുമണ്ഡലം ഇവിടെ രൂപപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ, P രാമചന്ദ്രൻ മാസ്റ്റർ, PV നിർമ്മല എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. KP കമാരൻ നായർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പെൻഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ചെമ്മട്ടം വയൽ യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജില്ലാ അസോസിയേഷൻ അംഗത്വമുള്ള 12 ക്ലബ്ബുകളിൽ നിന്നായി 550ഓളം കരാട്ടെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു സെഷൻ പ്രയസ് നടത്തുകയും പക്ഷേ ഈ ആക്ടിവിറ്റിയിൽ പെർഫോമൻസ് അത്രയും ഉണ്ടായില്ലെന്നുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആസന്നമായ കാര്യമായിരുന്നു. പിന്നീട് പല പ്രാവശ്യവും അസോസിയേഷൻ പ്രതിനിധികളെ സമീപിച്ചെങ്കിലും ഇവരായിട്ട് യൂണിവേഴ്സിറ്റി ആൾക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അധികകാലം കരാട്ടയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി തലത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൂടി കരാട്ടെ ഒരു മത്സര ഇനമായി വരികയാണെങ്കിൽ സ്കൂളുകളിൽ നിന്നും വളർന്നു വരുന്ന കരാട്ടെ താരങ്ങൾക്ക് കോളേജുകളിലും തുടർന്ന് കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലും കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ നേടുവാനും സർട്ടിഫിക്കറ്റ് നേടുവാനും ബേസ് മാർക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കാനും ഉതകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലാ കരാട്ടെ അസോസിയേഷനും സ്പോർട്സ് കരാട്ടെ അസോസിയേഷനും കേരള ഘടകവും സംയുക്തമായിക്കൊണ്ട് നടത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ. KSKA പ്രസിഡന്റ് പ്രസന്നകുമാർ KS അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അച്യുതൻ മാസ്റ്റർ, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേഷ് T, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഡോക്ടർ രാമനാഥൻ K എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. KSKA ജനറൽ സെക്രട്ടറി KC സെബാസ്റ്റ്യൻ സ്വാഗതവും M ആനന്ദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജിൻസ് മാത്യു, ട്രഷറർ മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് 1-2 സ്ഥാനം ലഭിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ അർഹത ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ പറഞ്ഞു.
അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിനേത്രിയും എഴുത്തുകാരിയുമായ CP ശുഭ. ജയരാജമേഷൊക്കെ വർഷങ്ങളായിട്ട് പരിസ്ഥിതി പ്രവർത്തനം, പ്രസംഗം മാത്രമല്ല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ്. അതുപോലെ നാരായണൻ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ, സുഭാഷ് വനശ്രീയുടെ ഉണ്ടെന്ന് തോന്നുന്നു, സുഭാഷ്, ഇങ്ങനെ ഒരുപാട് മനുഷ്യരെ പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് രാജേന്ദ്രൻ അടക്കമുള്ള സിനിമ പ്രവർത്തകരുണ്ട് ഇവിടെ. അപ്പം അത്രയും സമ്പന്നമാണ്. ഒരു നാടകത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ അമ്പലത്തറക്കുണ്ട്. ഒരു നാടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 രൂപകങ്ങളിൽ ഒന്നാണ്. എല്ലാ അർത്ഥത്തിലുള്ള കലകളെ സമ്മേളിക്കുന്ന ഒരിടമാണ്. രംഗപടം തൊട്ട് ചിത്രരചനയും മേക്കപ്പ് തൊട്ട് ഒക്കെ നമ്മൾ ഓരോന്ന് പരിശോധിച്ചാലും സാങ്കേതികവും സാംസ്കാരികവും അല്ലെങ്കിൽ സർഗപരമായിട്ടുള്ള എല്ലാം ചേർന്നാണ് നാടകം. സംഗീതം ഉണ്ട്, അതിൽ സാഹിത്യമുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പൊ ഒക്കെ ചേർന്നാണ് നാടകം. അപ്പൊ അമ്പലത്തറയും ഇതുപോലെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാല് അമ്പലത്തറ നാടകം അമ്പലത്തറ തന്നെയുമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷത വഹിച്ചു. നാടകരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട C. കണ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം കോർഡിനേറ്ററായി നിയമിതനായ Dr. V. വിജയകുമാറിനും ഫൈൻ ആർട്സ് സൊസൈറ്റി ആദരവ് നൽകി. അമ്പലത്തറ ഫാസിന്റെ ചരിത്രമൂതുന്ന സ്മരണിക യുവ കഥാകൃത്ത് VM മൃദുൽ പ്രകാശനം ചെയ്തു. രവീന്ദ്രൻ മുങ്ങത്ത്, ഗോപാലകൃഷ്ണ പണിക്കർ, വേലായുധൻ കൊടമലം, പനങ്ങാട്ട് നാരായണൻ നായർ, MK ഭാസ്കരൻ, അമ്പലത്തറ നാരായണൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ PV ജയരാജ് സ്വാഗതവും ജയരാജൻ കണ്ണൂത്ത് നന്ദിയും പറഞ്ഞു. മടിക്കൈ നാദക്കോട്ട് കഴകം വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി അവതരിപ്പിച്ചു. ഉദ്ഘാടന ദിവസം കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട് അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നു ചെറുവത്തൂർ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴി പദ്ധതി. വയൽക്കാറ്റ് കൊണ്ടും മീൻ പിടിച്ചും കഥ പറഞ്ഞിരിക്കാൻ ഒരിടമെന്ന ആശയം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. ചെറുവത്തൂർ കൊടക്കവയൽ തിമിരി കൽനടയിലാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴി ഒരുക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായ തോടിനെ മോടി പിടിപ്പിച്ച് ഇക്കോ ടൂറിസത്തിനും കൃഷി പ്രകൃതി സഹജീവനത്തിനും പുതിയ ഉണർവ് നൽകുന്ന പദ്ധതി എന്ന നിലയിലാണ് ഇത് അവതരിപ്പിച്ചത്. ചെറുവത്തൂരിനെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വിശാലമായ പാടശേഖരമായ കൊടക്കവയലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം മീൻ പിടിക്കാനും ഇവിടെ പ്രത്യേക ഇടം ഒരുക്കിയിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായി ചാരുബെഞ്ചുകളും സൗരോർജ വിളക്കുകളുമുണ്ട്. സായാഹ്നങ്ങളിൽ കൂടിയിരുന്ന് നാട്ടുവർത്തമാനം പറയാൻ ഒരിടം എന്ന നിലയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചീമേനി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ഒരാഗ്രഹമായിരുന്നു കൊടകവയൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി ആരംഭിക്കണമെന്നുള്ളത്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാധവൻ മണിയരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഏകദേശം ഒരു 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അനുബന്ധമായിട്ട് ശൂലാപ്പുകാവ് മുതൽ പനക്കാപ്പുഴ വരെയുള്ള വലിയൊരു പദ്ധതി ഇതിൻ്റെ അനുബന്ധമായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഈ സ്പോട്ടിലെത്തുന്നവർക്ക് ഇതിൻ്റെ കൂടെ സന്ദർശിക്കാൻ പറ്റുന്ന മറ്റ് സ്പോട്ടുകളുണ്ട്. കയ്യൂര് ഉണ്ട്, അതുപോലെ തന്നെ ചീമേനി ഉണ്ട്, തുടങ്ങിയ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ടൂറിസം പദ്ധതിക്ക് അല്ലെങ്കിൽ മേഖലയ്ക്ക് സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ വയൽക്കാറ്റ് എന്ന് പറയുന്ന ഈ സ്പോട്ട്. ഇപ്പം ചെറുവത്തൂർ പഞ്ചായത്ത്, കയ്യൂർ ചീമേനി പഞ്ചായത്ത്, പിലിക്കോട് പഞ്ചായത്ത്, തൊട്ടടുത്ത പടന്ന പഞ്ചായത്തിലെ യുവതി യുവാക്കൾ
അവരാണ് ഏറെ ഇപ്പം ഈ കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഇത് കുറേ കൂടി പബ്ലിസിറ്റി വരുന്നതോടുകൂടി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രത്യേകിച്ച് പിന്നീട് അത് കേരളത്തിലാകമാനം അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ വയൽക്കാറ്റ് കേന്ദ്രം മാറാൻ വേണ്ടി പോവുകയാണ്. അതിന് ഫണ്ട് അനുവദിച്ച് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിനോട് പ്രത്യേകിച്ച് നാട്ടുകാരുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തിമിരി കൊടക്കവയൽ സംരക്ഷണത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ ചീമേനി ഗ്രാമപഞ്ചായത്തുകളെ അതിരിടുന്ന കൽനട റോഡിന് കുറുകെയുള്ള തോടിന്റെ ഇരുവശവും ഉപയോഗപ്പെടുത്തിയാണ് ഗ്രാമീണ വഴിയോര വിനോദസഞ്ചാര പദ്ധതി ഒരുക്കിയത്. കാൽനടപ്പാലത്തിന്റെ ഇരുഭാഗങ്ങളിലായി തോടിന്റെ ഇരുകരകളിലും 60 മീറ്റർ നീളത്തിൽ കരിങ്കൽ ഭിത്തിയും മുകൾ ഭാഗത്ത് കൊരുപ്പുകട്ടകൾ പാകി മനോഹരമാക്കി. പുൽച്ചെടിയും പിടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, സിറ്റി ന്യൂസ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ആയംപാറ പണമ്മൽ മാനസ കുടുംബശ്രീ പ്രവർത്തകരുടെ ഏറെക്കാലത്തെ സ്വപ്നം പൂവണിഞ്ഞു. വിമാനത്തിൽ പറക്കണമെന്ന ആഗ്രഹം സഫലമാക്കി കുടുംബശ്രീ യൂണിറ്റിലെ 22 പേർ. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ആയംപാറ പണമ്മൽ മാനസ കുടുംബശ്രീ പ്രവർത്തകരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. വിമാനത്തിൽ പറക്കണമെന്ന ആഗ്രഹം സഫലമാക്കി കുടുംബശ്രീ യൂണിറ്റിലെ 22 പേരും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നു. 35-നും 50-നും ഇടയിൽ പ്രായമുള്ള ഇവർക്കെല്ലാം ആദ്യ വിമാനയാത്രയാണിത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും സ്വന്തമായി സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ചാണ് വിമാനയാത്ര തരപ്പെടുത്തിയത്. ഏറെ പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ ഒരു കുടുംബശ്രീയാണ് ഞങ്ങളുടേത്. തൊഴിലുറപ്പും കൂലിപ്പണിയുമായി നടക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഫ്ലൈറ്റ് യാത്ര. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. 2 വർഷം മുമ്പാണ് ഞങ്ങൾ സമ്പാദിക്കുന്ന നിന്നൊരു പങ്ക് മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ യാത്ര കണ്ണൂരിൽ നിന്ന് 6 മണിക്കത്തെ ഫ്ലൈറ്റിന് പുറപ്പെട്ട് 7:30 തിരുവനന്തപുരത്തേക്ക് എത്തുന്ന യാത്രയാണ്. ഒരു ദിവസം തിരുവനന്തപുരം കറങ്ങിയിട്ട് നിയമസഭയടക്കം നമ്മൾ സന്ദർശിച്ചിട്ട് മടങ്ങി വരേണ്ട ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഫ്ലൈറ്റ് യാത്ര. അതുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര മറ്റുള്ള സ്ത്രീകൾക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം, ശംഖുമുഖം ബീച്ച്, ആറ്റുകാൽ ക്ഷേത്രം, സെക്രട്ടേറിയറ്റ്, മ്യൂസിയം തുടങ്ങിയവ സന്ദർശിച്ച് ട്രെയിനിലാണ് ഇവരുടെ മടക്കം. സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാളും ജീവിതത്തിലാദ്യമായി വിമാനത്തിൽ പറന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക്സ് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക്സ് മീറ്റ് 2025 നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. തളിപ്പറമ്പ് മുതൽ മഞ്ചേശ്വരം വരെയുള്ള 20ഓളം സ്കൂളുകളിൽ നിന്നായി 60 ഇനങ്ങളിൽ 500 കായിക താരങ്ങൾ മാറ്റുരച്ചു. ചെറുപ്രായത്തിൽ തന്നെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തിയത്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. This field, this track, this arena is more than just a venue for competition. It is a crucible where character is formed. You have already won by dedicating countless hours to training, by pushing your bodies to the limit, and by sacrificing comfort for discipline. You have already exhibited the true qualities of a champion: commitment, resilience, and passion. It is about testing yourself. It is about striving for a personal best, not just about defeating the opponent next to you. സഹോദയ പ്രസിഡന്റ് C. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിനയകുമാർ, K. ദിനേശ്, TK പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി N. അജയ് കുമാർ സ്വാഗതവും സിസ്റ്റർ ടെസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് CK കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി C. രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
യൂണിറ്റിൽ നിന്നും ഈ വർഷം മരണമടഞ്ഞ മെമ്പർമാരായ വി കുഞ്ഞമ്പു, നാരായണൻ കുഞ്ഞമ്മാൾ, പുരുഷോത്തമൻ നായർ എന്നിവരുടെ വേർപാടിലുള്ള അനുശോചന പ്രമേയം CP ഉണ്ണികൃഷ്ണൻ നായർ അവതരിപ്പിച്ചു. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് MCV ഭട്ടത്തിരിപ്പാടിന്റെ സേവനങ്ങളെ അനുസ്മരിച്ച് ജില്ലാ സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറിയായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് 2006 പിലിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അതുകൊണ്ട് ആ യോഗത്തിൽ ആദ്യത്തെ വരിയിൽ ഇരിക്കുന്നുണ്ട്. കുറേ സമയം കഴിയുമ്പോൾ സമ്മേളന നടപടികൾ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ദിവാരം മാഷ് ഞാൻ ഇന്ന് വന്ന സമയം ഓർക്കുന്നു. ആ സ്റ്റേഡിയത്തിലേക്ക് കയറി വന്നു. ഞങ്ങൾ കുറേ പേരുണ്ട്, ഞങ്ങൾ ഇന്നലെ വന്നു, എവിടെയൊക്കെ കറങ്ങിയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞ് ആ സമ്മേളനത്തിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ആ സമ്മേളനം MCV ഭട്ടതിരിപ്പാടിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വന്ന ഒരേ ഒരു യൂണിറ്റ് വെള്ളിക്കോത്ത് യൂണിറ്റാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. അതിനെ ഞങ്ങൾ ഈ യൂണിറ്റിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. അന്ന് ആ സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗം നടത്തിയ MCV ഭട്ടതിരിപ്പാട് രണ്ട് കാര്യം പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ മാഷ പോലെ അദ്ദേഹത്തിന് അത്രയേറെ അവശനായിരുന്നു. 86 വയസ്സായിരുന്നു, 85 വയസ്സായിരുന്നു. 86-ാം വയസ്സിലാണ് അദ്ദേഹം പോയത്, പിറ്റേത്തെ കൊല്ലം. 85 വയസ്സായിരുന്നു. അദ്ദേഹം അധ്യക്ഷ പ്രസംഗം ചെയ്യാൻ വേണ്ടി ആ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേജ് കയറിയത് 2 ആൾ പിടിച്ചിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസറായ സുകുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ 2025-2027 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. CK കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ പ്രസിഡന്റായും, M അരവിന്ദാക്ഷൻ നായർ, കോമളവള്ളി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, CP ഉണ്ണികൃഷ്ണൻ നായരെ സെക്രട്ടറിയായും, പത്മനാഭൻ ആലക്കോട്, പുറവങ്കര സതീദേവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, TV നാരായണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. രാധാകൃഷ്ണൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ TV നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ ആലക്കോടൻ സംഘടനയുടെ പ്രമേയം അവതരിപ്പിച്ചു. ലതിക ടീച്ചറുടെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. വൈസ് പ്രസിഡന്റ് കാഞ്ചന നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുഞ്ചാവി കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിലെ ഫോട്ടോ പുനഃപ്രതിഷ്ഠാ കർമ്മവും 50-ാം വാർഷികാഘോഷവും ഭജനയും ഭക്തിയുടെ നിറവിൽ നടന്നു. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പുഞ്ചാവി കടപ്പുറം ശ്രീ അയ്യപ്പ ഭജന മന്ദിരം ഫോട്ടോ പുനഃപ്രതിഷ്ഠാ കർമ്മവും 50-ാം വാർഷികാഘോഷവും ഭജനയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ വ്യാപാര പ്രമുഖനായിരുന്ന K ഉമേഷ് കാമത്തിന്റെ മൃതദേഹം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു. ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകളാണ് എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KSSPU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് സമ്മേളനം നടന്നത്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെവിടെയും നാടകങ്ങൾ പ്രതിരോധത്തിന്റെ കലയായി വർത്തിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നാടകം മരിക്കില്ലെന്നും കവയിത്രി CP ശുഭ. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നു ചെറുവത്തൂർ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴി പദ്ധതി. വയൽക്കാറ്റ് കൊണ്ടും മീൻ പിടിച്ചും കഥ പറഞ്ഞിരിക്കാൻ ഒരിടമെന്ന ആശയം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. മുട്ടുന്തല മഖാമുറൂസ് ഡിസംബർ 2 മുതൽ 10 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.